ഹായ് സുഹൃത്തുക്കളെ, ജിഷാദാണ്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിറ്റിങ് തിരുവനന്തപുരത്താണ്. അപ്പം നമ്മൾ ക്യാഷ് എടുക്കണം. ഞങ്ങൾക്ക് കയറാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ ഭയങ്കര തിരക്കാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് നമ്മളെടുത്തത്. സ്ലീപ്പർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് മുകളിൽ സീറ്റൊക്കെ കിട്ടിയതായാലും ഉഷാറായി. ഇപ്പം നമ്മൾ മോർണിംഗിൽ തിരുവനന്തപുരം സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. നമ്മളിനി പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പുറപ്പെട്ട് നമ്മൾ അവിടുന്ന് ബസ് കയറി. അവിടുത്തെ സൈറ്റിലേക്ക് ബസ് കയറിയാണ്. KSRTCയിലാണ് കയറിയത്. പിന്നെ നമ്മളെ ക്ലയൻറ്റ് വന്ന് നമ്മളെ കാറിൽ വന്ന് നമ്മൾ എടുത്ത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതാണ് അവരുടെ വീട്. അടിപൊളി വീടാണ്. ഇപ്പോൾ അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ ശേഷമാണ് അവർ കട്ടമാക്കുന്നത്. അപ്പം നമ്മൾ വീടും പരിസരമൊക്കെ നോക്കി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അപ്പോൾ അടിപൊളി സെറ്റപ്പുള്ള വീടാണ്. നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം കൊറിയർ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിന് പോരുമായിരുന്നു. അപ്പോൾ നമ്മൾ മേലെ നിന്ന് ഫിറ്റിങ് തുടങ്ങാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡോർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൂലുകളൊക്കെ കറക്റ്റാക്കി എല്ലാം ഉള്ളിൽ നിന്ന് നൂല് പോരുണ്ടെന്ന് നമ്മൾ നോക്കി എല്ലാം വലിച്ച് ടൈറ്റാക്കിയിട്ട് നമ്മൾ നൂല് കോർണറിലൊന്നും കുടുങ്ങാതെ നമ്മൾ രണ്ട് സൈഡിലും കോർണർ കൊടുക്കുകയാണ്. കോർണറിലെ ഇവിടുത്തെ രണ്ട് ഭാഗവും നമ്മൾ കോർണറിൽ ഫിറ്റ് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് സൈഡിലെ ഹൈറ്റ് നമ്മൾ അതുപോലെ തന്നെ കൊടുക്കിയിട്ട് നമ്മൾ അതിൻ്റെ നൂല് കറക്റ്റ് ടൈറ്റാക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കാണും എല്ലാം ടൈറ്റാക്കാൻ. രണ്ട് ഭാഗത്തേക്ക് തിരിച്ചാലും നൂല് ടൈറ്റാകും. പക്ഷെ ഞാൻ ഇടത്തെ ഭാഗത്തേക്കാണ് ഫുള്ള് ടൈറ്റാക്കൽ. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടും ആലോചിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇടത്തെ ഭാഗത്തേക്ക് അങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇടത്തെ ഭാഗത്തേക്കാണ് ഫുള്ള് ടൈറ്റാക്കൽ. അപ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് അങ്ങനെ തിരിച്ചിട്ട് നമ്മൾ നൂല് ടൈറ്റാക്കി കോർണർ കറക്റ്റ് കുടുക്കി. വീണ്ടും നമ്മളെല്ലാം ഒന്ന് പരിശോധിച്ച് എവിടെയും നൂല് കുടുങ്ങിയിട്ടില്ല, ഏത് കോർണറിലും കുടുങ്ങിയിട്ടില്ല. പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡോറൊന്ന് ചെക്ക് ചെയ്യാണ്. എന്താ കുഴപ്പങ്ങളുണ്ടെന്ന് ചെക്ക് ചെയ്യാണ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ സ്ക്രൂ തിരിക്കുമ്പോൾ നമ്മൾ ആ ത്രെഡിലേക്ക് കറക്റ്റ് വെച്ച് തന്നെ തിരിക്കണം. കറക്റ്റ് ത്രെഡിലേക്ക് ഇറങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ത്രെഡ് പോയി കഴിഞ്ഞാൽ ആ സ്ക്രൂ പിന്നെ ഒന്നിനും പറ്റില്ല. ഇത് കണ്ടോ, ഈ സ്ക്രൂവിനൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ തിരിച്ചതാണ്. നമ്മൾ സ്ക്രൂ തിരിക്കുമ്പോൾ ഇതുപോലെ റോങ് ആയി വെച്ച് തിരിക്കാൻ പാടില്ല. തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് പോകുന്നത്. നമ്മൾ കറക്റ്റ് അതിലേക്ക് നല്ലോണം ഇറക്കി വെച്ചിട്ട് തിരിച്ചെഴുതാം. കൂളായിട്ട് ആ സ്ക്രൂ തിരിയും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലെ തിരിക്കാണ്ടോ. ഇപ്പോൾ കറക്റ്റ് ആ നൂല് വലിഞ്ഞ് ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഒരു അവറേജ് ടൈറ്റായി കഴിഞ്ഞാൽ നിർത്തുക. അപ്പോൾ നമുക്ക് സ്മൂത്ത് വർക്കിംഗ് കിട്ടുക. കണ്ടോ, സ്ക്രൂവിന് നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിത് മുകളിലത്തെ നിലയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് താഴേക്ക് കൊണ്ടുപോകണം. എല്ലാ സാധനവും മുകളിലായിരുന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇറക്കിയത്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പീസാണ്. അപ്പോൾ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ലെങ്ത്ത് കൂടണമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിത് അവിടെ കറക്റ്റ് സ്ഥലത്ത് പോയിന്റിൽ ഫിറ്റ് ചെയ്യണത് പുറത്തേക്കുള്ളൊരു വാതിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് കൊണ്ടുവച്ചാൽ കറക്റ്റ് അളവാണ്. മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റ് ആവേണ്ടത്. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. കറക്റ്റ് വാതിൽക്കെട്ടിൻ്റെ കറക്റ്റ് കളറും കറക്റ്റ് ഫിറ്റിങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ 4 മൂലക്കിലാണ് നമ്മൾ കോർണർ ഉണ്ടാവുക. ആ കോർണറിൽ ഹോളുണ്ട്. ആ ഹോള് നമ്മൾ സ്ക്രൂ ചെയ്താൽ ഇതവിടെ ഫിറ്റായി നിൽക്കും. അപ്പോൾ നമ്മളിനി താഴെ ചെയ്തു, മുകളിൽ അതേപോലെ സ്ക്രൂ ചെയ്തു. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ താഴെ അതുപോലെ സ്ക്രൂ ചെയ്തു. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് മുകളിലും നമ്മൾ സ്ക്രൂ ചെയ്തു. ഒരു 4 സ്ക്രൂമായി ഡോർ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സുഖം. അപ്പോൾ കിച്ചണിൽ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്ത് കേട്ടോ, കംപ്ലീറ്റ് ഉള്ളത് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഒറ്റ ഫിറ്റിംഗ് വീഡിയോ നമ്മൾ കാണിച്ചത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഇന്നെൻ്റെ അസിസ്റ്റൻറ്റ് എൻ്റെ വൈഫ് തന്നെയായിരുന്നു, സനു. അധിക സ്ഥലത്തൊക്കെ നമ്മൾ ഫിറ്റിങ്ങിന് ഞങ്ങൾ തന്നെയാണ് പോകാറ്. അപ്പോൾ അടിപൊളി ഒരു കിച്ചണാട്ടത്. ഈ കിച്ചണിൽ അടിപൊളി ഒരു കർട്ടന് ഞങ്ങൾ ചെയ്ത് കൊടുത്ത്, ഹണി കോംബ് വിത്ത് മോസ്കിറ്റോ നെറ്റ് എല്ലാം അടിപൊളി വർക്കിംഗ് കേട്ടോ. അപ്പോൾ കിച്ചണിലെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു. ഫുള്ള് വർക്ക് ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ പിന്നെ അടുത്തത് ഫുള്ള് ചെയ്തതിൻ്റെ ശേഷം ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്ത്. നമ്മൾ നേരത്തെ ചെയ്ത ഡോറാണത്. ഈ ഡോറും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നെറ്റും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല വെളിച്ചമുള്ളതുകൊണ്ട് കറക്റ്റ് കാണുന്നില്ല. നെറ്റും അടിപൊളിയായിട്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ വർക്ക് ഏരിയയിൽ 2 വിൻഡോ വേറെ ഉണ്ടായിരുന്നു.
അതിനും മോസ്കിറ്റോ നെറ്റും ഹണി കോമ്പും ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഹൗസ് വാമിങ് കഴിഞ്ഞ വീടായതുകൊണ്ട് തന്നെ എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, എല്ലാം അവിടെയും ഇവിടെയും തടഞ്ഞിട്ട്. ഏകദേശം ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഏകദേശം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഹാളിൽ ഫിറ്റ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുന്നത്. ഹാളും അടിപൊളി ഭംഗിയിലായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഊഞ്ഞാൽ ഇത് ഹാളിൽ കോണിക്കൂറിൻ്റെ സൈഡിലായിരുന്നു, നമ്മളതിൻ്റെ അടിയിലായിരുന്നു വിൻഡോ ഉണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് അതും വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മളെ വൈഫാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്, സാധനമാണ് എല്ലാം ചെക്ക് ചെയ്യുന്ന ആൾ. പിന്നെ നമ്മൾ നേരെ മുകളിൽ മുകളിലൊരു മിനി ബാറുണ്ട്. ഇവിടെ മിനി ബാറിലേക്ക് നമുക്ക് പിന്നെ വരാം. പിന്നെ നമ്മളൊരു റൂം ചെയ്തു. റൂമിൽ ഇതിൽ 2 വിൻഡോ ഉണ്ടായിരുന്നു. 2 വിൻഡോ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. മോസ്കിറ്റോയും ചെയ്തു, ഹണി കോമ്പും ചെയ്തു. ഇതൊരു അടിപൊളി റൂമാട്ടോ. ഒരു ഏകദേശം എനിക്ക് തോന്നിയിട്ടൊരു ഏറ്റവും ഭംഗിയുള്ളൊരു റൂമാണെന്നുണ്ട്. ഇതിൻ്റെ മിററൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഹണി കോമ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി ലുക്കായിട്ട് ഈ റൂമിക്ക് ചേരുന്ന കളറും അടിപൊളിയായി. 2 വിൻഡോ നമ്മൾ ചെക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളടുത്തത് ഹാളിലാണ് ഫിറ്റ് ചെയ്തത്. നമുക്ക് ഹാളിലേക്ക് പോയി നോക്കാം. ഇത് ഹാളിൽ നമ്മളതിൻ്റെ കോണിക്കൂടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഫിറ്റ് ചെയ്തതാണ് ഹാളിൽ. അതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അടിപൊളി അടാറ് ലൈറ്റൊക്കെ അവിടെ ഉണ്ട്. എല്ലായിടത്തും ലൈറ്റാണ് ഇവിടെ ഉണ്ട്. അടിപൊളിയായിട്ട് അതും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പല തവണ അത് ചെക്ക് ചെയ്ത് നോക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കാൻ. ഇവിടെ ഒരു നമ്മളെ ടെറസിൽ നിലത്തൊരു അക്വേറിയം കാണുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഹാളിൽ ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ പ്രകാശിപ്പിച്ചപ്പോൾ നമ്മൾ ഹണി കോമ്പ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മളത് നേരത്തെ പറഞ്ഞ മിനി ബാർ ഇട്ട അടിപൊളിയായിട്ടൊരു ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്ത് ഒരു മിനി ബാർ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു 2 കള്ളിയുടെ ഹണി കോമ്പ് ചെയ്തിട്ടുണ്ട്. വിൻഡോയിൽ ഹണി കോമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്യിച്ചാണ്. പുറത്തേക്ക് നല്ല കാഴ്ചയുള്ളൊരു 2 കള്ളിയുടെ ഹണി കോമ്പ് ഒരു വിൻഡോ ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് അതും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബാർ ചോദിച്ച് നമുക്ക് ആരും വിളിക്കരുത്, കാരണം നമ്മളടുത്തത് ഇല്ല. സ്റ്റെയർ കേസിൽ ചെയ്ത് നമ്മൾ ഒന്നുകൂടി കാണിക്കണം, കാരണം അത്രയും ഭംഗി എനിക്ക് തോന്നിയാണ് ഒന്നുകൂടി കാണിച്ചത്. അപ്പോൾ നമ്മൾ ഫിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ടൂൾസൊക്കെ പാക്കാക്കുകയാണ്. നമ്മൾ 14 വിൻഡോ ആണ് നമ്മളോട് ചെയ്തത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഫിറ്റിംഗ് എല്ലാം തീർന്നു. അപ്പോൾ നമ്മളിനി നാട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള KSRTC ബസ് സ്റ്റാൻഡിൽ പോയി നമ്മൾ നാട്ടിലേക്ക് വണ്ടി കയറി. ഇനി സ്റ്റേഷനിൽ കയറിയിട്ട് നമ്മൾ ട്രെയിൻ കയറിയിട്ട് നാട്ടിലേക്ക് കോഴിക്കോട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാം.